നമ്മുടെ പദ്ധതികളൊന്നും വിജയം കാണുന്നില്ല. പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതികൾ വിജയം കണ്ടില്ല എന്ന് പറയുന്നത് പാർലമെന്ററി പാനൽ തന്നെയാണ്. പാർലമെന്ററി പാനലിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ ഉണ്ടാവുമ്പോഴും ജനങ്ങളിൽ പലരും തെരുവിലാണ് എന്നോർക്കണം. എവിടെ ചിന്തിക്കുന്നുവോ അവിടെ ശൗചാലയം എന്ന പരസ്യവാചകം നമ്മൾ കേട്ടു തുടങ്ങിയത് മോദി അധികാരത്തിൽ വന്നതിനു ശേഷമാണ്. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടതോ ഈ ശൗചാലയങ്ങളൊക്കെ കിടപ്പുമുറികളായി ഉപയോഗിക്കുന്നു എന്നതാണ്. അത്തരത്തിൽ കാര്യങ്ങൾ എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ, പാവപ്പെട്ട ജനങ്ങൾക്ക് താമസിക്കാൻ വീടില്ലാതെ ആയപ്പോൾ നൽകിയ വാർത്ത കെട്ടിടങ്ങളൊക്കെ അവർ ശൗചാലയത്തിന് പകരം സ്വന്തം താമസ സൗകര്യമാക്കി മാറ്റുകയായിരുന്നു. ഇതിന് കാരണം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വഴി നൽകേണ്ടിയിരുന്ന ഭവൻ പദ്ധതി ആളുകളിലേക്ക് അധികം എത്തിയില്ല എന്നതുകൊണ്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി മോദി ഭരണത്തിന് പിന്നാലെ നടപ്പിലാകാതെ പോവുകയാണ് ഉണ്ടാകുന്നത്. നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രി ഫണ്ട് അനുവദിക്കുന്നില്ലേ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ ചോദിക്കാം. എന്നാലോ 2047 ഈ രാജ്യം ഒരു വികസിത രാജ്യമാകുമെന്നും അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതേ നിർമ്മല പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ വയനാടിന് അതിതീവ്ര ദുരന്തമായി അമിത്ഷാ പ്രിയങ്കയെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചു എങ്കിലും ഫണ്ടൊന്നും നാളിതുവരെ ആയിട്ടും ഈ കേന്ദ്രം അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുടെ 2 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഇനിയും PMAYG ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് പാർലമെന്റ് പാനൽ പറയുന്നത്. 2 ലക്ഷത്തിലധികം ഭൂരഹിതരായ ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനാൽ പദ്ധതിയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് പാർലമെന്ററി പാനൽ ഫ്ലാഗ് ചെയ്ത് ആശങ്ക ഉയർത്തുകയാണ്. പദ്ധതി നടപ്പാക്കുന്ന ഗ്രാമവികസന മന്ത്രാലയം ഭൂരഹിതരായ ഗുണഭോക്താക്കൾക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ അവരുടെ ഭൂമിയുടെ പട്ടയം ഉറപ്പാക്കാൻ നയം രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് MP സപ്തഗിരി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സമിതി ശുപാർശ ചെയ്തു. 2016 ഗ്രാമീണ ഭവന പദ്ധതി ആരംഭിച്ചപ്പോൾ PMAYG പ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്ക് 5.73 ലക്ഷം വീടുകൾ കേന്ദ്രം അനുവദിച്ചു. എന്നാൽ ഗ്രാമവികസനവും പഞ്ചായത്തി രാജും സംബന്ധിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാനങ്ങളുടെ ഭൂമി അനുവദിക്കൽ കാലതാമസം കാരണം 37% അല്ലെങ്കിൽ 2.12 ലക്ഷം പേർക്ക് ഇതുവരെയും കേന്ദ്ര സഹായം നൽകാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസമാണ് സമിതി റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചത്. ഭൂരഹിതരായ ഗുണഭോക്താക്കൾ മൊത്തം PMAYG ഗുണഭോക്താക്കളെക്കാൾ വളരെ കുറവാണ്. PMAYG പദ്ധതി 2024 മാർച്ചിൽ അവസാനിക്കേണ്ടതായിരുന്നു. എന്നിരുന്നാലും ഗ്രാമപ്രദേശങ്ങളിൽ 2 കോടി വീടുകൾ കൂടി നിർമ്മിക്കുന്നതിനായി കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി സർക്കാർ പദ്ധതി 2029 വരെ നീട്ടി. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഗ്രാമവികസനവും പഞ്ചായത്തി രാജും സംബന്ധിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാർലമെന്റിൽ ഗ്രാമവികസന വകുപ്പിന് മറ്റൊരു റിപ്പോർട്ടും സമർപ്പിച്ചു. അതിൽ തമിഴ്നാട്, ഒഡീഷ, മഹാരാഷ്ട്ര, അസം, കർണാടക തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങൾ ഭൂരഹിതരായ PMAYG ഗുണഭോക്താക്കൾക്ക് ഭൂമി നൽകിയിട്ടില്ലെന്നും ഇത് പദ്ധതിയുടെ പുരോഗതിയെ ബാധിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് നിരീക്ഷിക്കുന്നത് പാർലമെന്ററി പാനൽ തന്നെയാണ്.